ഗാസയിൽ ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഫെബ്രുവരി 15 രാത്രി 12 മണിക്ക് സകല ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതിന് മാറ്റങ്ങളൊന്നുമില്ല. ഹമാസ് പോരാളികൾ ബന്ദികളെ മുഴുവനും വിട്ടുകൊടുക്കണം. ഇല്ല എങ്കിൽ ഗാസയുടെ സ്ഥിതി എന്താകും എന്ന് ഇത് കഴിയുമ്പോൾ നമുക്കറിയാം. യുദ്ധം തുടരുമോ എന്നാണ് ആശങ്ക. പിന്നെ ട്രംപ് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ മറ്റ് രാജ്യങ്ങളിലേക്ക് തൽക്കാലം മാറിപ്പോകണം, പോയി താമസിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ചില രാജ്യങ്ങൾ അവരെ എടുക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇപ്പോൾ ചില രാജ്യങ്ങൾ സമ്മതിച്ചതായിട്ടാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. അപ്പം ട്രംപ് അവിടെ ഉദ്ദേശിക്കുന്നത് ഈ ജനങ്ങളെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഗാസ ട്രംപിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാക്കാനാണ് പരിപാടി എന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പോൾ ഗാസയിൽ നിന്നും അഭയാർത്ഥികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഹമാസ് എന്ന പോരാളികൾ എങ്ങോട്ട് പോകും? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. അവർക്ക് മറ്റ് രാജ്യത്തോട് കടക്കാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ഗാസയിലെ ജനങ്ങളുടെ കൂടെ അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല. പിന്നെ തുരങ്കങ്ങളുടെ അടിയിൽ ഇവർക്കിനി ഒളിച്ച് താമസിക്കുവാൻ പറ്റുകയില്ല. തുരങ്കങ്ങളെ നശിപ്പിക്കുവാനായിട്ട് അമേരിക്ക അവർക്ക് അതിന് പറ്റിയ ബോംബുകൾ കൊടുത്തിരിക്കുകയാണ്. അത് ഇസ്രായേൽ പ്രയോഗിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ഭൂമിക്കടിയിൽ ഹമാസ് പോരാളികൾക്ക് ഇനിയും കഴിയത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഗാസയിൽ നിന്നും ഹമാസ് എന്ന പോരാളികളെ തുടച്ചു നീക്കുക എന്നതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. അങ്ങനെ വരുമ്പോൾ ഈ പോരാളികളൊന്നും ഭൂമിക്ക് മേലെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. ഗാസ സ്വപ്ന പദ്ധതിയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ മേഖല, ടൂറിസം, ഇങ്ങനെ ഉള്ള നല്ല പദ്ധതികൾ ഗാസയിലേക്ക് കൊണ്ടുവന്ന് അവിടുത്തെ ജനങ്ങളെ തീവ്രവാദത്തിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ട്രംപിൻ്റെ ഉദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും ഗാസയിലെ ഹമാസ് എന്ന പോരാളികൾ ഇസ്രായേലിന് ഇനി ഒരു ഭീഷണിയാകാൻ പാടില്ല. അതാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നല്ല കാര്യമാണെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ട്. പക്ഷെ അതാണോ അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നൊരു സംശയം കൂടിയുണ്ട്. ഇപ്പോൾ അവിടെ തകർന്നടിഞ്ഞു കിടക്കുന്ന ഗാസ എന്ന പട്ടണം അത് വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം എടുക്കും എന്നാണ് അവർ പറയുന്നത്.
അപ്പോൾ ഇത്രയും നാൾ ഗാസയിലെ ജനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ താമസിക്കണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവർക്കിനിയും ഗാസയിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ല. ഇതാണ് ട്രംപിൻ്റെ ഉദ്ദേശം. അത് ട്രംപ് നടപ്പാക്കുകയും ചെയ്യും. ഇനി ഒരിക്കലും ഇസ്രയേലിനൊരു ഭീഷണിയാകാൻ പാടില്ല. ഇതാണ് അവരുദ്ദേശിക്കുന്നതിൻ്റെ കാരണം. അത് ഒരു നല്ല കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നു. കാര്യം എന്തിനാണ്? എല്ലാവർക്കും ജീവിക്കുവാനുള്ള അവകാശം ഉണ്ട്. അവരെ ഇല്ലായ്മ ചെയ്യുവാനും അവരെ ഓടിക്കുവാനൊക്കെ ശ്രമിക്കുമ്പോൾ ആണല്ലോ ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് അറബ് ലോകത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ചില യഹൂദന്മാരെ അവിടെ നിന്ന് ഓടിക്കണം, ആ രാജ്യത്തിൽ നിന്ന് അവരെ കെട്ടുകെട്ടിക്കണം വീണ്ടും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം അവിടെയാണ്. യൂതന്മാരെ ഇല്ലാതാക്കുക, ആ രാജ്യത്തിൽ നിന്ന് ഓടിച്ചു കളയുക. അതിനുവേണ്ടിയാണല്ലോ ഹമാസ് എന്ന ഭീകര സംഘടനകൾ ഉയർത്തെഴുന്നേറ്റതും അവർക്കെതിരെ ഒളിപ്പോരാട്ടങ്ങൾ നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പം ഇനിയും അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതിനൊരു താക്കീതും കൂടെയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? എല്ലാവർക്കും സമാധാനം ഉണ്ടാകുമല്ലോ. ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യഹൂദന്മാർ ആരെ അങ്ങോട്ട് ഇവരെ ആക്രമിക്കാറില്ലല്ലോ. അവരെ ഇല്ലായ്മ ചെയ്യുവാൻ വരുന്നവരെ അവരെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്നു. അത്രയേ ഉള്ളൂ. അതാണല്ലോ വിഷയം. അല്ലാതെ മറ്റു രാജ്യത്തേക്ക് അവർ ചെന്ന് കടന്നു കയറി അവിടുത്തെ ജനങ്ങളെ കൊല്ലുവോ അല്ലെങ്കിൽ അവിടുത്തെ പോരാളികളെ വെടിവെക്കുകയോ ഒന്നും അല്ലല്ലോ ചെയ്യുന്നത്. അവർക്കെതിരെ വരുന്ന യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ അവരത് തടുക്കുന്ന, അത്രയേ ഉള്ളൂ. ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇനിയും ഗാസ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. തീവ്രവാദികൾ, ഹമാസ് എന്ന പോരാളികൾ ഇനിയും അവിടെ തലപൊക്കാൻ പാടില്ല എന്നാണ് ട്രംപിൻ്റെ ഉദ്ദേശം. അത് നടപ്പാക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ എൻ്റെ സമയങ്ങൾ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ആ രീതിയിൽ ആകാൻ പോകുന്നു. മണിക്കൂറുകൾ കഴിയുന്നുണ്ട്. നമുക്ക് കാത്തിരുന്ന് നമുക്ക് കാണാം.